യൂട്യൂബിലൊന്ന് പച്ച പിടിക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ കണ്ടൻറ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ദിസ് ഈസ് സഫാന ഇക്ബാൽ, യു ആർ വാച്ചിങ് ഡൗൺ ടു ഡെസ്ക്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കണ്ടൻറ് നോക്കിയപ്പം ഫ്രിഡ്ജ് മൊത്തം കാലിയാണ്, വീടിൻ്റെ ഷെൽഫും കാലിയാണ്. അതിനർത്ഥം വലിയൊരു പർച്ചേസിങ്ങിന് ടൈം ആയിരിക്കണോ എന്നുള്ളതാണ്. പക്ഷെ എന്തൊക്കെ ആയാലും കണ്ടൻറ് നമുക്ക് ഇടണമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പം ഷെൽഫിൽ ഒരു ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഇരിക്കുന്നു. നോക്കുമ്പോൾ പാലും വേണ്ട, വെറും വെള്ളം മാത്രം മതി. ഗ്യാസ് ഇല്ല എന്നുള്ള ഒറ്റ കുറവ് മാത്രമേ ഇവിടെ ഉള്ളൂ. വിറക് കത്തിക്കാനൊന്നും ഇനി സമയമല്ല, കാരണം ഉച്ചയ്ക്ക് ശേഷമാണ്. ഇനിയിപ്പോൾ വിറകൊക്കെ ഊതി കത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കെറ്റിൽ എൻ്റെ നോക്കി, പിന്നെ എന്തിനാ മുത്തേ ഞാനിവിടെ ഇരിക്കുന്നത് നോക്കി. ഒന്നും നോക്കിയില്ല, കെറ്റിൽ കുത്തി 500 ml വെള്ളം അങ്ങോട്ട് തിളപ്പിച്ചെടുത്തു. എന്നിട്ട് 200 ഗ്രാം ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് അതിലേക്ക് ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും ഒരു തട്ടിക്കൂട്ട് സേമിയ പായസം റെഡിയായി. പിന്നെ നമ്മുടെ ഒറിജിനൽ സേമിയ പായസം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട കേട്ടോ. പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വീറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പായസമൊക്കെ കുടിക്കണം എന്ന സാധന സാമഗ്രികളൊന്നും കയ്യിലില്ല, അങ്ങനെ നമ്മൾ പെട്ടുപോകുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പായസം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് അടിപൊളിയാണ്. പാലും വേണ്ട, വെറുതെ വെള്ളം മാത്രം മതി. അങ്ങനെ പായസം ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സെറ്റായി വന്നിട്ടുണ്ട്. ചൂടോടെ കുടിക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് തണുത്തിട്ട് കുടിച്ചപ്പോഴാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആർഭാടത്തിന് വേണ്ടി കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഞാൻ മഷിയിട്ട് തരഞ്ഞിട്ട് പോലും കിട്ടിയില്ല, അതൊരു സത്യമാണ്. ഈ ഇളക്കുന്നതൊക്കെ അതാണ് തരയുന്നത്. എനിവേ, ചോറില്ലാത്ത അടുക്കളയിലേക്ക് ബിരിയാണി ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി, കൂടെ സെർവ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പായസവും. ഇന്നത്തെ ഉച്ചത്തെ വിശേഷം ഇങ്ങനെയായിരുന്നു. നല്ല കണ്ടൻറ്റുമായിട്ട് ഡൗൺ ടു ഡെസ്കിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.